ഹലോ അജ്മല ഉണ്ടോ? ദുബായിൽ നിന്നാണ്. ദുബായിൽ ഒരുമാതിരി സ്ഥലത്തൊക്കെ ഒരു 2 ദിർഹമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു നാരങ്ങ മിഠായി പോലും കിട്ടില്ല. എന്നാൽ ഈ 2 ദിർഹത്തിന് ഒരു ഐസ്ക്രീം കിട്ടുന്നൊരു സ്ഥലം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ 2 ദിർഹത്തിൻ്റെ ഐസ്ക്രീം കഴിക്കാനായിട്ട് നമ്മളിന്ന് പോകുന്നത്. ഗുറൈർ മാളിലാണ് ഈ സംഭവം ഉള്ളത്. എന്നത്തെ പോലെ തന്നെ ബസ്സിലാണ് നമ്മുടെ യാത്ര. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അൽക്കൂസ് 4 നിന്ന് നേരെ F26 ബസ് കയറിയിട്ട് ഓൺ പാസി മെട്രോയിലേക്കാണ് ഇപ്പം എൻ്റെ യാത്ര. ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് ഓൺ പാസി മെട്രോ. ഇവിടുന്ന് യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര. യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഗുറൈർ മാൾ ഉള്ളത്. 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉള്ളതുകൊണ്ട് മെട്രോയിൽ ഒരുപാട് കാത്തു നിൽക്കേണ്ടി വരില്ല കേട്ടോ. നല്ല തിരക്കുണ്ടിട്ട് എപ്പോഴും. അങ്ങനെ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ടോ. ഏകദേശം ഒരു 2 നിലയോളം താഴെയാണ് ഈ ട്രെയിൻ വരുന്നത്. അതിപ്പോൾ നമുക്ക് തിരിച്ച് കയറുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം 2 എസ്കലേറ്റർ കയറിയിട്ട് വേണം നമുക്ക് തിരിച്ച് മുകളിലെത്താനായിട്ട്. പിന്നെ ദുബായ് മെട്രോയുടെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ സ്റ്റേഷൻ കേട്ടോ ഈ യൂണിയൻ മെട്രോ സ്റ്റേഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് മെട്രോയുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും വന്ന് സംഗമിക്കുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ യൂണിയൻ മെട്രോ സ്റ്റേഷൻ. സാധാരണ എന്താ ഇടത്തുവശത്തും വലത്തുവശത്തും അങ്ങനെ 2 സൈഡിലും ട്രാക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് കയറി പോകട്ടോ. അതായത് കാണുന്ന എസ്കലേറ്റർ കേട്ടോ. ഇതങ്ങനെ ഒരു ഫസ്റ്റ് ഫ്ലോർ എത്തി. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഇവിടുന്ന് ഒരു ഫ്ലോറും കൂടെ മുകളിലോട്ട് കയറാറുണ്ട്. എന്നാലാണ് നമ്മൾ പുറത്തെത്തുള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങിയൊരു ഫീലിംഗ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട് കേട്ടോ ആളുകളുടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു എസ്കലേറ്റർ കൂടെ കയറിയുള്ള മേളിലെത്തുള്ളൂ. ആ കാണുന്നതാണ് അടുത്ത എസ്കലേറ്റർ. ആ എസ്കലേറ്റർ നമ്മൾ കയറി ചെല്ലുന്നത് പുറത്തേക്കാണ് കേട്ടോ. അങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയുണ്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പുറം ലോകം കാണാൻ പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഈ യൂണിയൻ മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലാവുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഏകദേശം ഒരു 3-4 സ്റ്റേഷനുകൾ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടായിട്ടുള്ളതുണ്ട് കേട്ടോ ഈ ദുബായ് മെട്രോയിൽ. ഞാനിവിടെ എത്തിയത് ഉച്ച സമയത്താണ്. അതുകൊണ്ട് തന്നെ ഇതാ കാണുന്ന വെയിലിന് നല്ല കാഠിന്യമുണ്ട്. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് കേട്ടോ ഗുറൈർ മാൾ ഉള്ളത്. സത്യത്തിൽ നമ്മൾ അവിടേക്കായിട്ടാണ് ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഇറങ്ങിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയില്ലേ 2 ദിർഹത്തിൻ്റെ ഐസ്ക്രീം. ഞാൻ താമസിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്നത് അൽക്കൂസിലാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടോ. പക്ഷേ ഇതാ ഇവിടേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ദുബായിയുടെ വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ശരിക്കും വെസ്റ്റേൺ കൾച്ചർ എന്നാണ് വിളിക്കേണ്ടത്, അതോ ഇത് അറബികളുടെ കൾച്ചർ എന്നാണ് വിളിക്കേണ്ടത്. അത്ര മനോഹരമാണ് ഇവിടെ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണേ ഇവിടെ തോന്നും പോലെയൊക്കെ ചാടിക്കഴിഞ്ഞാൽ വല്ല CIയുടെ കൈ ചെന്ന് പെട്ടാൽ മിനിമം ഒരു 100 ദിർഹം അല്ലെങ്കിൽ 200 ദിർഹം ഫൈൻ കിട്ടും. നമുക്കെന്തായാലും വലിയ തിരക്കൊന്നുമില്ല, ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ഇതാ കാണുന്ന ഗുറൈർ മാളിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ മാളിലെത്തിയിട്ട് നമുക്ക് മുന്നിൽ ഡോറ് തുറക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ആ കറങ്ങുന്ന ഒരു ടൈപ്പ് ഡോറില്ലേ, അതായിരുന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ മോളിൽ ഞാൻ വന്നപ്പോൾ നമ്മുടെ ഉച്ച സമയം ആയതുകൊണ്ടാണെന്നറിയില്ല വലിയ ആളും തിരക്കൊന്നുള്ള ഒരു മാളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വന്ന കാര്യം നടക്കട്ടെ അല്ലേ. നേരെ പോയിട്ട് ഐസ്ക്രീം ഒന്ന് കഴിക്കാം. സെക്കൻഡ് ഫ്ലോറിലായിട്ടുള്ളത് ആ കാണുന്ന ക്രീം വണ്ണിലാണ് ഈ പറഞ്ഞ 2 ദിർഹത്തിൻ്റെ ഐസ്ക്രീം കിട്ടുന്നത് കേട്ടോ. 2ാമത്തെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ച് പോകുന്ന സംഭവം ആ കാണുന്ന ഭാഗത്താണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഇതുള്ളത്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇതേപോലെ തോട്ട് നടന്നു നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ സെൽഫ് എഴുതി വെച്ചിട്ടുണ്ട് 100 ഗ്രാം ഐസ്ക്രീമിനാണ് 2 ദിർഹം വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ. 6ഓളം ഫ്ലേവറുകളിൽ ഐസ്ക്രീം ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ആഡ് ചെയ്യാവുന്ന സംഭവങ്ങളും ഉണ്ട് കേട്ടോ. മാംഗോയും ചോക്ലേറ്റും ഉണ്ട് ഞാനെടുത്ത ഐസ്ക്രീംസ്. എനിക്കതായത് ഇപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ ശരിക്കും ഇഷ്ടപ്പെട്ട സംഭവം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള അതിൻ്റെ കൂടെ അതായി കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുപോയിട്ട് വെയിറ്റ് നോക്കണം. എൻ്റെ ഈ ഐസ്ക്രീം 200 ഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4 ദിർഹമാണ് എനിക്ക് ചാർജ് ആയത്.
സംഭവം തെറ്റില്ല, നല്ല ഐസ്ക്രീമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഐസ്ക്രീം എന്ന് പറഞ്ഞത് അവരുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. ആ റേഞ്ചിലുള്ള ഐസ്ക്രീം വേറെയും ഷോപ്പുകളിലൂടെ കിട്ടുന്നുണ്ട്, പക്ഷേ അത് അന്വേഷിച്ച ആളുകളിലൂടെ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതൊരു സംരംഭത്തെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഇത്. പിന്നെ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഗുറൈർ മാൾ എന്ന് പറയുന്നത് നല്ല ശരിക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു മാളാട്ടോ. വലിയ സൗണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു സിമ്പിൾ വൈബ് തോന്നുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊന്ന് ചുറ്റിയിടുന്ന കണ്ടാലോ മാളോ. അപ്പോൾ നമുക്കിനി മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എനിക്കിവിടെ ഒരു ATM വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ക്യാഷ് എടുക്കാനൊന്നുമല്ല, കുറച്ച് ക്യാഷ് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്. ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ബാങ്കിൽ നേരിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എമിറേറ്റ് സൈഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി അക്കൗണ്ട് എടുക്കാം. നമുക്ക് ATM കാർഡ് അവരിങ്ങോട്ട് അയച്ചു തരും. അപ്പോൾ ATM കാർഡ് നമുക്ക് അയക്കുമ്പോൾ ഒരു 26 ദിർഹം അവരതിനകത്ത് കട്ട് ചെയ്യും അതിൻ്റെയൊക്കെ സർവീസ് ചാർജായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മാളല്ല ഒന്ന് ATM വരെ പോകണം. അപ്പോൾ എൻ്റെ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം സാലറി കിട്ടിയതിൻ്റെ കുറച്ച് ബാക്കി കാശുണ്ട്. അപ്പോൾ അത് എന്തായാലും അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി മൈനസ് കിടക്കുന്ന 26 എന്നുള്ളതൊന്ന് ലെവലായി പോവുകയും ചെയ്തോളും. പിന്നെ എന്താ പറയുക, ക്യാഷ് പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പേഴ്സിന് ഇപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും പ്രശ്നമില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഞാൻ അക്കൗണ്ട് എടുത്ത് എം ബാങ്കിലാണ്. അപ്പോൾ എം ബാങ്കിൻ്റെ ATM ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് FAB എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്, ഫസ്റ്റ് അബുദാബി ബാങ്ക്. അപ്പോൾ അവരുടെ ATMൽ CDM വഴി നമുക്ക് എം ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ FABയുടെ ഒരു ATM ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നല്ല വെയിലുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. കാഴ്ചകളൊക്കെ പതുക്കെ നടന്നു പോലെ. ബാങ്കുളി കേൾക്കുന്നുണ്ട്. ഇതുപോലത്തെ പഴയ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ അക്കോമഡേഷൻസാണ്. കണ്ടോ, ഇതുപോലത്തെ വലിയൊരു ടൗണിൻ്റെ പുറകിൽ ഉള്ള ഒരു വ്യൂ ആണ് ഇതൊക്കെ. ഈ ഭാഗത്തൊക്കെ കുറേ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം അക്കോമഡേഷൻ ബിൽഡിങ്ങുകളാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ റേറ്റ് കുറവുണ്ടാവും റൂമിനൊക്കെ. നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം പള്ളിയിലിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്തായാലും നമ്മളിവിടെ കാണാനൊക്കെ ആയിട്ട് വന്നേക്കണല്ലേ, ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലമാണ് ദേര. ഇവിടെ ഒരുപാട് മാളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഗുറൈർ മാളിൽ കയറില്ല. ഇതാ കാണുന്നതാണ് ബുർജ് നെഹർ മാള്. സ്ട്രീറ്റിലിതാ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ ഉണ്ട്, ഇത് മാത്രമൊന്നുമല്ല. അത് അങ്ങോട്ട് പോകുമ്പോൾ റോഡിൻ്റെ നടുവിലുള്ള മീഡിയനാണ് ഇവർ ഈ പാർക്കാക്കി മാറ്റിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി കൺസെപ്റ്റാണല്ലേ. നല്ല ഭംഗിയുണ്ട്.
കുറച്ചുകൂടെ മുന്നോട്ട് കണ്ട വേറൊരു മാളുണ്ട്. അതാ കാണുന്നത്, അതാണ് റീഫ് മാള്. അങ്ങനെ മാളിലൊക്കെ കറങ്ങി ഇറങ്ങിയപ്പോൾ നിസ്കരിക്കാനുള്ള സമയമായിട്ടാണ്. കുറച്ചുകൂടെ മുന്നോട്ട് കിടന്നപ്പോൾ കണ്ടൊരു പള്ളിയാണിത്. ഈ പള്ളിയുടെ ചുറ്റുഭാഗം ഞാൻ നടന്ന് കാണിക്കാം കേട്ടോ. ശരിക്കും ഒരു പഴയ കാലത്തെ കോട്ട പണിത് വെച്ചേക്കണ പോലെയുണ്ട് കേട്ടോ അത്. സംഭവം കണ്ടിട്ട് നല്ല ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സൽമാൻ അൽ ഫർസി മസ്ജിദ്. ഇതിൻ്റെ വലിയ ചരിത്രങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് എത്തിയിട്ട് ഒരു കടയുടെ മുന്നിൽ വലിയ തിരക്ക്. എന്താ സംഭവം ഇറങ്ങാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴാണ് അതൊരു ചായക്കടയാണ്. കടയിൽ നിന്ന് ചായ വാങ്ങാനുള്ള തിരക്കാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത കടയിലാണെങ്കിൽ ഒരു തിരക്കുമില്ല. ഞാൻ പോയിട്ട് ചായ അവിടെ നിന്നാണ് വാങ്ങി. എന്നിട്ട് തിരിച്ച് നടന്ന് ഞാൻ ആ പാർക്കിലേക്ക് വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ റോഡിൻ്റെ നടുവിലെ മീഡിയൻ നല്ലൊരു പാർക്കാക്കി സെറ്റാക്കിയേക്കണ സാറാ, അത് തന്നെ സംഭവം. വൈകുന്നേരം ആയപ്പോഴേക്കും ഇരിക്കാനും കാറ്റുള്ളതിനൊക്കെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ദേര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ മലയാളികളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പുല്ലിലൊക്കെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ നിയമങ്ങൾ എഴുതി വെച്ചിട്ട് എല്ലാവരും ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു അടിപൊളി പാർക്ക് കേട്ടോ. റോഡിൻ്റെ നടുവിൽ ഒരു പാർക്ക്, അപ്പുറം ഇപ്പുറം വണ്ടികൾ പോകുന്നത്. വൈകുന്നേരം ടൈമുകളിലൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. വൈകുന്നേരമായി ദുബായിയൊക്കെ സജീവമായി. സിഗ്നൽ കിട്ടിയപ്പോൾ ആളുകളുടെ ഒരു ഒഴുക്ക് കേട്ടോ. അതിൻ്റെ പുറകിലൊരു സൂക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിലേക്കൊന്ന് നടന്നു നോക്കാം. വൈകുന്നേരങ്ങളിലെ ഒരു തിരക്കാണ്. ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. വേണ്ട ഒരു പാർക്ക്. ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട് കേട്ടോ. സത്യത്തിൽ നല്ല കാര്യമാണ്. ആളുകൾക്കൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കാനും എല്ലാവരും. മുന്നോട്ട് വന്നപ്പോൾ കുറേ കൂടെ വലിയൊരു ജംഗ്ഷനിലൊക്കെ ദൂരെ നിന്ന് കണ്ട സ്ഥലം ഒരു കളിക്കളമായിരുന്നു കേട്ടോ. പിള്ളേർ ഫുട്ബോളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരുപാട് ടീമിട്ട് പല പല ബാച്ചുകളായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. നല്ലൊരു ഏരിയ ഉണ്ട്. പിള്ളേരൊക്കെ കളിക്കട്ടെ. നമുക്കിതാ ഇതിലൊക്കെ കുറച്ച് ദൂരം അങ്ങോട്ട് ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കാം. തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. നിസ്കരിക്കേണ്ട സമയത്ത് ആ പള്ളിയിൽ പോയി നിസ്കരിക്കാം. പിള്ളേർ കളിക്കുന്നതിന് മുമ്പിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റേജ് പോലത്തെ ഒരു ക്രിയേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതെന്താണെന്ന് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഫ്രണ്ടിൽ നല്ല ചുമന്ന പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ കയറി AC കൊള്ളു. അങ്ങനെ ചങ്ങായിമാരെ രാത്രിയായി കണ്ടില്ലേ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണ്ട. അതൊന്ന് കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റിയാണെന്ന് കണ്ട്. ഇനിയൊന്നുമില്ല. ഇനി നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. ദേരേന്ന് അൽക്കൂസിലേക്കാണ്.
ഇങ്ങോട്ട് വന്ന് മെട്രോയിലാണ്, തിരിച്ച് ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഇവിടുന്ന് സത്വ ബസ് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും, അവിടുന്ന് അൽക്കൂസ് അടുത്തുള്ള ഒരു ബസ് സ്റ്റേഷനിലേക്ക് വേറൊരു ബസ് കിട്ടും. എന്തായാലും മെട്രോയിൽ പോകണമെങ്കിലും കുറച്ചും കൂടെ റേറ്റ് കുറച്ച് നമുക്ക് സ്ഥലത്ത് ചെല്ലാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി കൂടുതലായിട്ടൊന്നുമില്ല, വീണ്ടും കാണാം. ബൈ, സീ യു, സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി.